Guys, it's time 12 o'clock, 10:09 and it's our wedding anniversary. എനിക്ക് ചോക്ലേറ്റ്സും എൻ്റെ ഗിഫ്റ്റൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചക്കു കൊണ്ടുവന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഓക്കെ, സാരിയാണ് എനിക്ക് എൻ്റെ ചക്കു എടുത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് സാരി. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു സാരി മേടിച്ചിരുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ്സ് സോ സ്പെഷ്യൽ, നൈസ് കളർ. എനിവേസ് താങ്ക്സ് എ ലോട്ട്. ഐ ലവ് ഇറ്റ്. I love you. Thank you so much. സർപ്രൈസ് ആയിരുന്നു. കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കഴിച്ച് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് സംഭവം ഇഷ്ടമാണ്. അത് വലിയ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ നേരത്തെ കൊടുത്താലും സർപ്രൈസ്, പക്ഷേ പുള്ളിക്കാരി ഇന്നേയും കഴിച്ചു. താങ്ക് യു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രാവിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. തമ്പുരും ഇല്ലായിരുന്നു കേട്ടോ, തമ്പുരു നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയി കോവിലിൽ പോയി തൊഴുതിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ശാസ്തമംഗലത്തുള്ള ഐശ്വര്യ ഹോട്ടലിലാണ് പോയി. നമ്മൾ രാവിലെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചു. നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ചു. നല്ല ഫുഡായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും വെജിറ്റേറിയൻ ഹോട്ടലിൽ നമുക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഇതാണ് കേട്ടോ, ഐശ്വര്യ ഹോട്ടൽ. അങ്ങനെ ഞാൻ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് പാലട പായസം കേട്ടോ. ഒരുപാടില്ല, കുറച്ച് നമുക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇച്ചിരി കൂടെ ഉണ്ട്. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ്, രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും പായസം കുടിക്കാൻ. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ച്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് 2:30 മണിയായി, വിശന്നിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആക്രാന്തം മൊത്തം തിന്നു. അതായത് ഇപ്പം ഈവനിങ് ആണ് ഞാൻ പായസം ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ പായസം. ഗൈസ്, അങ്ങനെ പായസം സെറ്റായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ സ്പൂണ് മാറ്റി വയ്ക്കണം. കുറച്ച് മതി. ആരാത് എന്താണ് ഓക്കെ, പായസം കുടിച്ചോക്കോ. ആൻഡ് ഇറ്റ്സ് മൂവി ടൈം. ഓക്കെ, ഞങ്ങളിവിടെ ഹാളിൽ ബെഡൊക്കെ ഇട്ടിട്ട് മറ്റേ പുതിയ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ മഞ്ജു വാര്യറിൻ്റെ, അത് TV-യിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തമ്പുരുവിൻ്റെ ടോയ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ കിടക്കുമായിരുന്നു എത്ര നേരം. എൻ്റെ ഹസ്ബൻഡ്. എങ്ങനെയുണ്ട് പായസം? അങ്ങനെ ഈവനിങ് ആയപ്പം ബാനൂസിന് കോമ്പറ്റീഷൻ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നു. അതിൻ്റെ വീഡിയോ ആണ്. എവിടെ പോവാ? ഡിന്നർ നൈറ്റ് അല്ലേ? യെസ്. സോ നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറിക്ക് നമ്മുടെ ട്രോഫി കൂടെ ഉണ്ട്. ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ. സോ എവിടെ പോകണം എന്നൊന്നും പ്ലാൻ ഇല്ല. നമ്മള് കാണുന്നിടത്ത് അങ്ങ് ചവിട്ടുവാണല്ലേ നല്ലൊരു. യെസ്, അപ്പം ചെന്നിട്ട് കാണിച്ചത് എവിടെയാണെന്നുള്ളത്. ഓക്കെ,
സോ ഞങ്ങൾ അപ്പം നമ്മുടെ ആനിവേഴ്സറി ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കുന്ന ലാറ്റൺ ഗ്രൂവിലാണ്. തമ്പുരുവിനെ കൂട്ടി ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ രണ്ടുപേരും പണ്ട് ഒരു തവണ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു. തമ്പുരും കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ടിരുന്നു, കംഫർട്ടബിളായിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ആനിവേഴ്സറി ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. സോ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, അങ്ങനെ ഒരുപാട് നീട്ടിലൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഡേ ഞാനൊന്ന് റാൻഡം സംഭവങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ നന്നായിട്ട് എന്താ പറയുക, നല്ല ഹാപ്പി ആയിരുന്നു. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു സ്പേസിൽ, നമ്മൾ മാത്രമായിട്ട് ഒരു സ്പേസിലുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഒരുപാട് ആഡംബരമൊന്നും കാണിച്ചില്ല, സിമ്പിളായിട്ട് ചെയ്തു. ആൻഡ് ട്രാവൽ ചെയ്യാനൊന്നൊക്കെ വിചാരിച്ചു, ബട്ട് എനിക്ക് ഇപ്പോൾ നവരാത്രി പ്രോഗ്രാം വരുന്നുണ്ട്, പ്രാക്ടീസ് കാര്യങ്ങൾ, ക്ലാസ്സൊക്കെ മിസ്സാകും. സോ അതുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് സെലിബ്രേഷനാക്കി ആഘോഷിച്ചു. സോ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.